വാർത്തകൾ വിശദമായി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ 50ാം പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സമീപനം തന്നെയാണ് കേരള സർക്കാർ പുലർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ക്ഷണപത്രത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു വശം വ്യക്തമാക്കുന്ന ഒരു ബൈബിൾ വചനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിതാണ്, ഉദ്ധരിക്കുകയാണ് ഞാൻ: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു; ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇതാണ് ആ ബൈബിൾ വചനം. ആ ബൈബിൾ ഭാഗത്തിൻ്റെ തുടർച്ചയായി ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നതാണ്. ഇവ രണ്ടും ചേർത്ത് വായിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ ബൈബിൾ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പല ദൈവശാസ്ത്രജ്ഞന്മാരും കണക്കാക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണ്. സമൂഹത്തിലെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായും അടിച്ചമർത്തപ്പെട്ടവരായും കഴിയുന്നത് എന്ന് ചിന്തിക്കുകയും അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിമോചന ദൈവശാസ്ത്രത്തെ പോലെയുള്ള ചിന്താഗതികൾക്ക് ആധാരമായിരിക്കുന്ന ബൈബിൾ ഭാഗമാണ്. അക്ഷരാർത്ഥത്തിൽ ആ ബൈബിൾ ഭാഗം പാലിക്കപ്പെടുകയാണ് ഈ ചടങ്ങിൽ. 14 സാന്ത്വന കേന്ദ്രങ്ങളും 100 കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയും മറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ എല്ലാം ഭാഗമാകാൻ കഴിയുന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തട്ടെ. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ ധ്യാനകേന്ദ്രം കരുതുന്നത് എന്നാണ് കണക്കാക്കേണ്ടത്. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഡിവൈൻ ധ്യാന കേന്ദ്രം പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ് ആ വിഭാഗങ്ങളോട് കേരള സർക്കാരും പുലർത്തുന്നത്. ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ മിഷനുകൾ മുതൽ ഭൂരഹിതരില്ലാത്ത കേരളം മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെയും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ലൈഫ് മിഷൻ മുഖേന ഇതിനോടകം സംസ്ഥാന സർക്കാർ 4 ലക്ഷത്തിലധികം വീടുകൾ പണിത് നൽകിക്കഴിഞ്ഞു. ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പുനർഗേഹം പദ്ധതി അടക്കമുള്ളവ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് വ്യക്തികളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാകുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വാഗ്ദാനം നിറവേറ്റാനായി വിവിധ ജില്ലകളിലായി നടന്ന പട്ടയമേളകളിലൂടെ 3,60,000 പേർക്കാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തിയത്. അതിദാരിദ്ര്യ
കുടുംബങ്ങൾ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അടുത്ത വർഷം 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനം ഒരു അതിദാരിദ്ര്യ കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറും എന്നതാണ് നാം കണക്കാക്കിയിട്ടുള്ളത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും യേശു പഠിപ്പിച്ച സമീപനമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡിവൈൻ ധ്യാന കേന്ദ്രം 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്നതിന്റെ രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലകവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന റവറൻഡ് ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാനെ മുഖ്യമന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, എൻ്റെ അടുക്കൽ വന്നു എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് എല്ലാവരെയും ഒരുമിപ്പിച്ചിരിക്കുന്നു, ഒന്നിച്ച് ചിന്തിപ്പിക്കുന്നു. എന്താണ് ഡിവൈൻ എന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം. വിവിധങ്ങളായ പദ്ധതികളിലെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായതാണ് 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതി ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ. അതോടൊപ്പമാണ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ VC-യുടെ ജൂബിലി. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. എനിക്കവിടെ നിൽക്കുമ്പോൾ പ്രസംഗിക്കുവാനായി ഒന്നും തന്നെ തോന്നുന്നില്ല. 1998 ഇതേ സ്ഥലത്ത് ഈ താഴെയൊരു കസേരയിലിരുന്ന് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ പനക്കലച്ഛൻ്റെയും അതോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന വചനപ്രഘോഷകരുടെയും ശ്രദ്ധാപൂർവം അവർ നടത്തിയ വചനങ്ങൾ ശ്രമിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അതെൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിന് വഴിതെളിച്ചു. ഞാനിതെവിടെയും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് ഈ ആലയത്തിൽ വരുമ്പോൾ കർത്താവിനെ പരിചയപ്പെടുത്തലാണ്. ദൈവത്തെ തിരിച്ചറിയുവാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അതിലൂടെ ഒരു നവീകരണത്തിനും ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന ബോധ്യവും ഓരോരുത്തരും രൂപപ്പെട്ടു വരുന്നത് സാമൂഹ്യ മാറ്റത്തിൽ സൗഹൃദത്തിനും മതേതരത്വത്തിനും വഴിയൊഴുക്കലാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജാതി മത വർഗവർണ്ണ അതിർവരമ്പുകളില്ലാതെ ഇവിടെ എത്തിച്ചേരുന്നവരുടെ രീതികളും സ്വഭാവങ്ങളും ഭാവവും എല്ലാം കർത്താവിനെ തിരിച്ചറിയുന്നവരുടെ ഒരു വിശ്വാസ കോട്ടയായി മാറുന്ന ഈ ചാലക്കുടിയിലെ ഡിവൈൻ ലോകശ്രദ്ധ ആകർഷിച്ചത് ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വിശ്വാസ തീക്ഷ്ണതയെ മൃഗപ്പിടിക്കുന്നൊരു സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും ആ സദസ്സിലും വേദിയിലും എത്തിച്ചേരാൻ കഴിഞ്ഞതിലാണ് എൻ്റെ സന്തോഷം. ജാതി മതഭേദമില്ലാതെ എത്തിച്ചേരുന്ന എല്ലാവരും കർത്താവിനെ തിരിച്ചറിയുന്ന കോട്ടയാണ് ഡിവൈൻ എന്ന് റോഷി അഗസ്റ്റിൻ പ്രഭാഷണത്തിൽ പറഞ്ഞു. MP-മാരായ ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ഡീൻ കുര്യാക്കോസ്, മുൻ MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ MP തോമസ് ചാഴിക്കാടൻ, ഫാദർ പോൾ പുതുവ, ഫാദർ മാത്യു തടത്തിൽ, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ, PJ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ, സുപ്പീരിയർ ഫാദർ വർഗീസ് പാറപ്പുറം, ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. റവറൻഡ് ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത്.